വീട്ടില് തത്തിരിക്കുന്നുണ്ടാ കാശി. ആ അയ്യോ, ഈ കാണുന്നതാണ് ഈ പറഞ്ഞ ഗാഡ്സ്. അവിടെ ഈ കാണുന്ന ഫുള്ള് ഇവിടെ എല്ലാം ഗാഡ്സാണ്. ഇതാണ് ഗംഗ. ഇത് നല്ല വ്യൂ കേട്ടോ, അത്യാവശ്യം. എന്ന് വെച്ചാൽ വേറെ ഇവിടെ ഇങ്ങനെ വ്യൂ കിട്ടില്ല. മാക്സിമം നമ്മൾ ഘാട്ടിനോട് ചേർന്നിട്ടുള്ളൊരു ലൊക്കേഷനാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ രാവിലെ ഇങ്ങനത്തെ ഈ ഒരു വ്യൂ ഇട്ട്, രാത്രി ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇവിടെ. പക്ഷേ രാവിലെയാണ് ഇവിടുത്തെ വ്യൂ ഇപ്പോൾ കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ട് രാവിലെ ഈ ഒരു ചെറിയൊരു വെയിലൊക്കെ കൊണ്ട്, ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഓ, വേറെ ഫീലാണ് വാരണാസി. അതിപ്പോൾ എങ്ങനെ പറയണ്ടതെന്ന് അറിഞ്ഞൂടാ. അതിവിടെ വന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓരോ സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴും എല്ലാം നമുക്കൊരു വേറെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വൈബ് എല്ലാം വേറെയാണ് ഇവിടെ. ഓരോരുത്തരുടെ ലൈഫ് കാണുമ്പോഴും ഓരോ ആൾക്കാരും എത്ര വലിയ ആളെന്ന് പറഞ്ഞാൽ, ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് വേറൊരു വൈബാണ്. എത്രയൊക്കെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വെറുതെ അല്ല. ലൈക്ക് സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വാരണാസി. ഈ തത്തയുടെ പേരട്ടെ കാശി. കാശി, ഏയ് കാശി. ആ, വിളിയേക്കുന്നുണ്ടാ? സംസാരിക്കുന്നുണ്ടാ? ആ, പറയണ്ട്. പക്ഷെ ഫ്രണ്ട്ലി കേട്ടോ ആള്. ഫ്രണ്ട്ലി അല്ലേ? കുഴപ്പമില്ലല്ലോ. ആ, അതാ മനസ്സിലായിട്ടോ. ഗായ്സ്, ഇത് അമല് ആലപ്പുഴക്കാരനാണ്. ചെറുപ്പളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട മലയാളിയാ. സോളോ ആയിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയതാ. അയ്യോ, വയറ് പണി കിട്ടിയില്ലേ? തത്തിരിക്കുന്നുണ്ടാ കാശി? കാശി, ആ, ഹിന്ദിയാണ് പറയുന്നത്, മെല്ലെ അറിയത്തില്ല. അതാ കുച്ച് കായൊക്കെയാ? ആ, കഴിച്ച്. ചോദിക്കുന്നല്ല ഉത്തരം പറയുന്നുണ്ട്. ഗാഡ്സ്, നമ്മൾ ഇപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഒരു വെയിലൊക്കെ താഴ്ന്ന് നമ്മൾ നേരെ ഗാഡ്സിലെത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഇന്നലെ വന്നപ്പോഴും വേറൊരു ഗാഡ്സിൽ പോയായിരുന്നു. ഈ സൈഡിലേക്ക് നമ്മൾ നേരെ പോയാലാണ് ദ ഫേമസ് അസി ഘാട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. കാരണം നമ്മൾ ട്രെയിനിൽ വെച്ച് കുറച്ച് കൂട്ടുകാരെ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഒരു സുല്ലിയേട്ടനുണ്ട്, അതുപോലെ തന്നെ അരുണും ഉണ്ട്. അപ്പോൾ അവരവിടെ ഉണ്ട്. നമ്മൾ അവരെ പറ്റുമെങ്കിൽ അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഇന്നാണ് നമുക്ക് രാത്രി മറ്റേ എന്താണ് ഞാൻ പറയുന്നത്, മറ്റേ ദീപത്തിൻ്റെ ഗംഗാരതി ഇന്നാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് ബാങ്ങൻ ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ വാരണാസി വന്നിട്ട് എന്തായാലും ബാങ്ങൻ ട്രൈ ചെയ്താൽ പോകാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാവേ. എവിടെ അളിയാ? അങ്ങോ നോക്കട്ടെ. ഓ, ആ ഭാഗത്ത്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. മാൻ കൊള്ളാം അല്ലേ? ഓ, ഇത് ജെയിൻ ഘാട്ടാടാ. ജെയിൻ ഘാട്ട്. അങ്ങനെ ഓരോ ഘാട്ടിനും പേരുണ്ട്. പിന്നെ അതല്ലേ അസിഘട്ട് അപ്പുറം ഉള്ളത്. പോറ്റിയേ, ഗംഗ എത്ര മലിനീകരണമാണ് അല്ലേ? ഗായ്സ്, ദേ ഇവിടെ നമ്മുടെ പാരഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ വാരണാസിയിൽ. ഇതൊന്നും ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നൈസ്. അതുപോലെ തന്നെ ആ ഭാഗത്തായിട്ട് ജെറ്റ് സ്കീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അത് കണ്ടു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതൊക്കെ ഉണ്ട്, ലൈക്ക് അഡ്വഞ്ചർ സ്പോർട്സ് പോലത്തെ സാധനങ്ങൾ. പാരഗ്ലൈഡിങ്, ജെറ്റ് സ്കീ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വാരണാസിയിൽ വരുമ്പോൾ. ഇതെന്താ? ഓ, പൊളി. ദേ ഈ ബ്രോ ആണ് കേട്ടോ വരയ്ക്കുന്നത്. ഹായ്, ഈ ബ്രോ വരയ്ക്കുന്നത്. ബ്രോയുടെ ഇൻസ്റ്റ എല്ലാം ഐഡി ഇതാണ്, ആർട്ടിസ്റ്റ് രഞ്ജിത്ത് പ്രഭു. നമ്മൾ ഇപ്പൊ കണ്ട കേട്ടോ, ഇതെല്ലാം പുള്ളി വരച്ച ഫോട്ടോസ് ഉണ്ടോ? അവിടെ കൊള്ളാം അല്ലേ? പൊളി. ഇത് നീ ഇപ്പൊ കണ്ടല്ലേ നമ്മള്? ബൈ അച്ഛ, ഓക്കെ ബൈ. ഒരു ബ്രോയൊക്കെ അവിടെ നിന്ന് ഗിറ്റാറൊക്കെ വായിക്കുന്നതാ. പക്ഷെ അങ്ങോട്ട് പോയിരിക്കായിരുന്നല്ലേ? അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല സ്പോട്ടായിരുന്നു തോന്നുന്നു. അതെ, നമുക്ക് എന്തായാലും ആരതി കണ്ടിട്ട് വരാം. ബാക്കി ഒരു ടീംസൊക്കെ ഇവിടെ പാട്ടൊക്കെ കേൾക്കുന്നു. പാട്ടൊക്കെ പാടുന്നു ആക്ച്വലി.
ഓ, ഇവിടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് സ്വന്തമായിട്ട് വരയ്ക്കുന്നൊക്കെ. പെയിന്റിങ്സ് വിൽക്കാനായിട്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആണോ വരയ്ക്കുന്നത് പെയിന്റ്? യാ. പിന്നെ ഓബിയസ്ലി ഇതാ ഫുഡ് സ്പോർട്സ് ഉണ്ട് ഇവിടെ. പാനിപ്പൂരി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ബട്ട് അതുപോലെ ഇതൊക്കെ ഉണ്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടിടുന്നതാണ്. ഇതൊക്കെ പക്ഷെ പ്രിന്റഡ് ആയിട്ട് അല്ലാതെ വരുന്നതാണ്. പക്ഷെ അപ്പുറത്ത് മറ്റേ പടം വരച്ച ഇവിടെ ടെൻ്റൊക്കെ ഉണ്ട്. ഓ, ട്രാവലേഴ്സിനൊന്നും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാന്ന് തോന്നുന്നു, അറിയത്തില്ല. പഴയ ബിൽഡിങ്ങും കാര്യങ്ങളും. 7 UP നേവൽ എന്ത് അഗോരസ്. പുള്ളിക്കാരെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്തായാലും അങ്ങോട്ട് ചെന്നില്ല. അഗോരിസ് ദേ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. പട്ടിക്കുട്ടി അവൻ പേടിപ്പിച്ചോളഞ്ഞ്. ഇതെന്താ ഇത് വാരണാസി വന്നിട്ടുള്ള ആരെല്ലാം ഉണ്ടെങ്കിൽ ഇതെന്താന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇതെന്താണ് ഇത്? മാപ്പല്ല, വേറെന്തോ കാര്യങ്ങൾ എഴുതിക്കുന്നത്. 40, 41 ഓക്കെ അതാണെന്ന് തോന്നില്ല. പക്ഷെ ഇത് എടാ ഇത്രയും 2.9 കിലോമീറ്റർ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്തായാലും എന്താണെന്ന് അറിയാവുന്നവരൊന്ന് നമ്മളോട് കമന്റ് ചെയ്യണേ. എനിക്കറിയത്തില്ല, നമുക്കിപ്പോൾ ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല. ആരെല്ലാം ഒന്ന് അറിയാമെങ്കിൽ കൃത്യമായിട്ടൊന്ന് കമന്റ് ചെയ്യണേ. ഗൈസ് ദേ ഇവിടെ ആണ് സംഭവം നടക്കുന്നത്, ആരതി നടക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലോട്ട് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഈ തട്ടുകളിലായിരിക്കും അവർ ഈ പെർഫോമൻസ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അസീഘട്ടിലാണ്. ഇതാണ് അസീഘട്ട്. നേരെ കാണുന്നത് ദിസ് ഇസ് അസീഘട്ട്. ഇവിടെയാണ് പ്രോഗ്രാം. ഇത് 6 മണിക്ക് കൃത്യം സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടെ. അപ്പോഴേ ഈ ഒരു 4:30 ആകുമ്പോൾ തന്നെ ഈ ആൾക്കാരെല്ലാവരും വന്നിരിക്കും ഫ്രണ്ടിൽ സ്ഥലം പിടിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ സ്ഥലം പിടിക്കാൻ അവർ എന്തായാലും നേരത്തെ വന്നിരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ എല്ലാം കറങ്ങി എന്തായാലും ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ ട്രെയിനിൽ നിന്ന് കിട്ടിയ കമ്പനിയാണ് സുല്ലേട്ടനും അരുണും. ഏയ് ബ്രോ എന്താണ് മാറിപ്പോയില്ല നീ മാലയൊക്കെ ഇട്ടിട്ടേ? രണ്ടാള് വേറെ ലുക്കായല്ലോ. ആ ട്രെയിനിൽ പോയിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കണ്ടത്. ഇന്ന് വീട്ടിൽ നമ്മൾ അസിഘാട്ട് വെച്ച് മീറ്റ് ചെയ്തേക്കാണ്. നേരത്തെ എത്തി നിങ്ങള്? കുറച്ചു നേരമായി. ഫ്രണ്ടിലോട്ട് നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. ഓക്കെ, നമ്മള് നടന്നു വരുന്ന വഴിക്ക് ഷോപ്പിംഗ് ഒക്കെ നോക്കി. അതാ ജെറ്റ്സ്കി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, എവിടെ അത് പോയാ? അതെ, ജെറ്റ്സ്കി ഉണ്ട് ഞാൻ പറഞ്ഞത്. അവിടെ പാരഗ്ലൈഡിങ് ഉണ്ട്. അതായത് ഇവിടെ ജെറ്റ്സ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല. ഒടുക്ക് തിരക്കില്ലേ? വ്ളോഗിംഗ് ആണ്. അതെ, നമ്മളെന്തായാലും പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വാരണാസി വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ സൂവിനീഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മെയിൻലി ഇതേ അസീഘട്ടിൽ അതായത് പല ഘാട്ട്സ് ഉണ്ട്. അല്ല, അസീഘാട്ടിലേക്ക് വന്നിട്ട് ഇഷ്ടംപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം നടക്കും. ഇവിടെ തന്നെയാണ് എന്തായിരുന്നു പറയുന്നത്, ഗംഗാരതി. ഇതാ ഇവിടെ തന്നെയാണ് നടക്കുന്ന പെർഫോമൻസ്. ഇപ്പോൾ നേരത്തെ കുട്ടി വന്നാൽ അവിടെ സീറ്റുകൾ ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റെപ്പുകൾ ഇരിക്കാം. ഏതാണേലും നേരത്തെ കുട്ടി വന്നാൽ നമുക്കിവിടെ സ്ഥലവും കാര്യങ്ങളെല്ലാം കിട്ടും. വിശ്വനാഥ കീ श्री राधे गोपाल भजमन श्री राधे गोपाल मंगलम भगवान विष्णु मंगलम गरुड़ध्वज मंगलम पुंडरीकाक्ष मंगलाय तनोहरि की जय, के आनंद की जय, अपने गुरुदेव भगवान की जय, रावण बिहारी लाल की जय, रानी की जय, जय श्री राम, जय श्री राम, जय श्री राम, जय श्री राम। गोविंद बोलो हरि गोपाल गोविंद बोलो
गंगेतियो ब्रूयात् योजनानां सदैरपि मोक्षते सर्वपापेभ्यो विष्णुलोकां संरक्षति। धर्म की जय हो, अधर्म का नाश हो, प्राणियों में भावना हो, विश्व का कल्याण हो, गौ हत्या बंद हो, गौ माता की जय हो, परम पूज्य स्वामी कर्मात्री जी महाराज की जय। എന്റെ മോനെ ഗംഗാരാധി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. വാരണാസി വന്നാലും മസ്റ്റ് കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. ഇതിപ്പോൾ നമ്മളുള്ളത് അസിഘട്ടാണ്. പ്രോപ്പർ അസിഘട്ടിലാണ് ഇപ്പോൾ ഈ കണ്ട ഗംഗാരാധി നടന്നത്. ഇത് ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഒരിക്കലൊക്കെ കണ്ടിരിക്കണം. അന്യായ വൈബാട്ടോ ഇത്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി സാധനം. വാരണാസി എന്നാൽ ഒരിക്കലും മിസ്സില്ല. വാരണാസി അസിഘാട്ടിൽ ഞങ്ങൾ ഇനി നമ്മുടെ ഫ്രണ്ട്സൊക്കെ അപ്പുറത്തിരിക്കുക. ഞാൻ ഇനി അവരെ തപ്പട്ടെ. അള്ളി അതെ, ഇതാണ് മഹി. നമ്മൾ ട്രെയിൻ വെച്ച വേറെ കിട്ടിയ ചങ്ങായ. ഇത് നേഹ, ഇതിന്റെ ഫ്രണ്ടാണ്. ഇവിടെ BHU പഠിക്കുന്നത്. പരിപാടി പൊളിയല്ലേ? എടാ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? എന്ത് മറ്റേ സുലേട്ടൻ? ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ പറയുന്നത് കേൾക്കേണ്ട അറിയില്ല. ഇവിടെ മൈക്കിൽ ഇവര് ഫുള്ള് സംസാരിച്ചോണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ഇവിടെ വരുന്നവരെ ഒരിക്കലും മിസ് ചെയ്യാണ്ട് ഗംഗാരാധി കണ്ടിട്ട് മാത്രമേ പോവാറുള്ളൂ. അടിപൊളി വിഷയം, ഒരു രക്ഷയില്ല. ഇത് നേഹ ഇവിടെ എന്തായാലും BHU തന്നെ പഠിക്കുന്നുണ്ട്, സ്ഥിരം കാണുന്നുണ്ട്. വലിയ അത്ഭുതം ഒന്നും മുഖത്തില്ല. പക്ഷെ നമുക്കിത് വലിയ അത്ഭുതം തന്നെയാണ്. നല്ലൊരു കാഴ്ചയാണ്. നമ്മളിത് എപ്പോൾ കാണുന്നല്ലോ അറിയത്തില്ല. ഇനി മെല്ലെ വേറെ സ്ഥലത്തേക്ക് വല്ല കറങ്ങി പോയിട്ട് ഇത് ഇഡലി ഫ്രൈ എന്ന് പറഞ്ഞു, വറുത്ത ഇഡലി ഫ്രൈ. ഇതാണ് അപ്പോൾ സ്ട്രോങ് ബാങ്. അപ്പോൾ ട്രൈ നോക്കല്ലേ? വെള്ളം കണ്ണില്ല ചിരിക്കുന്നത്. വല്ലാത്തൊരു മണവും പേടിയാണ്. ഒരു